ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ പഞ്ച് ഡയലോഗിൻ്റെ ഒരെണ്ണം നമുക്കിന്നൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനം നടത്തിയതും ഭക്തജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കിയതുമായ വിഷയത്തെക്കുറിച്ച് പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട വാർത്തകൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നതാണ് ഈ കാണുന്നത്. ഈ ഗുരുവായൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരുണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂർ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരായിരുന്നു. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്. ഇതൊക്കെ എട്ടാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്നു. ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. താൻ ഗുരുവായൂർ ദർശനം നടത്തിയതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന മുഖ്യമന്ത്രി 1000 രൂപ പാസ് എടുത്താണ് താൻ ഗുരുവായൂർ ദർശനം നടത്തിയതെന്നും തൻ്റെ കൂടെ സെക്യൂരിറ്റിക്ക് വെറും 4 പേർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും വിശദീകരിക്കുന്നു. അപ്പോൾ സാധാരണ മുമ്പ് കണ്ട മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഏത് ആരോപണത്തെയും ശക്തമായി വാഗൊണ്ട് സമർത്ഥിക്കാൻ അറിയാവുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ ഇനിയും ഇങ്ങനെയുള്ള പഞ്ച് ഡയലോഗുകളായി കാത്തിരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.